ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് i10 ഗ്രാൻഡാണ് കേട്ടോ. i10 ഗ്രാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മിറർ ഉണ്ടല്ലോ, ആ മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറർ ഉണ്ടോ, അത് കംപ്ലൈൻ്റ് ആണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടോ, അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയി നിൽക്കുകയാണ്, നേരെ സ്റ്റഡി ആയിട്ടില്ല നിൽക്കുന്നത്. ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പൺ ചെയ്ത പോലെ നിൽക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പുറത്തോട്ട് പോയി നിൽക്കും. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ മിറർ നമുക്ക് മാറ്റണം കേട്ടോ. മിറർ മാറ്റുന്നതെങ്കിൽ ഫസ്റ്റ് ചെയ്താൽ ഈ പാഡ് അയക്കണം. ഈ പാഡ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മിറർ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് മിറർ മാറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പാഡ് അയക്കണം. ഈ പാഡ് അയക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 3 ക്ലിപ്പായിരിക്കും. അപ്പോൾ ആ പാഡ് അയച്ചിട്ടുണ്ട്. ഇനി 3 നെട്ടുണ്ടായിരിക്കും 10-ൻ്റെ. ഈ 3 നെട്ട് അഴിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ വയറിങ് ഉണ്ടായിരിക്കും. ആ വയറിങ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം. അപ്പോൾ പുതിയതിൻ്റെ റേറ്റാണ് 4936 രൂപ കേട്ടോ. പുതിയതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മിററിൻ്റെ. അപ്പോൾ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ടാണ് അത്രയും റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെട്ട് കാര്യങ്ങൾ കഴിക്കാം. ആദ്യം ആ കപ്ലർ അഴിച്ച് മാറ്റിയേക്കാം, പിന്നെ 10-ൻ്റെ നെട്ട് അഴിക്കണം കേട്ടോ. അപ്പോൾ പുതിയതിൻ്റെ റേറ്റ് കൂടാതെ പിന്നെ പ്ലസ് അതിൻ്റെ ലേബറും വരും. ലേബർ 200 രൂപേൻ്റെ അടുത്ത് വരും. പിന്നെ അത് വണ്ടീൻ്റെ കളറായിരിക്കും അതിൻ്റെ ബാക്കിലെ പാഡ് കേട്ടോ. ഇതിപ്പോൾ വൈറ്റ് ആയിരിക്കണം ഈ വണ്ടി. അപ്പോൾ വൈറ്റ് അടിക്കേണ്ടി വരും. വരുന്ന പാഡിൽ കളർ ഉണ്ടായിരിക്കില്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു പ്ലാസ്റ്റിക് കളർ പോലത്തെ കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റും കൂടി വരും. അപ്പോൾ ഇതിനകത്ത് അത് പൊട്ടിയിട്ടില്ല. അപ്പോൾ പഴയതിൻ്റെ പാഡന്നെ എടുത്തിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടാണ്. പുതിയ പാഡ് അഴിച്ചിട്ട് നമ്മൾ കസ്റ്റമറിനെ കൊടുത്തു. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അത് പൊട്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വേറെ മേടിക്കേണ്ട, ഇതന്നെ എടുത്ത് പെയിൻ്റ് അടിച്ച് വെച്ചാൽ മതി. അപ്പോൾ പഴയ പാഡ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചാർജ് ഇതിനകത്ത് വന്നില്ല. അപ്പോൾ നമ്മൾ 3 നെട്ട് അയച്ചിട്ടുണ്ട്. നെട്ട് അഴിക്കുക, നേരെ അപ്പുറത്ത് ഒരാൾ പിടിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് ചാടിപ്പോവും. അപ്പോൾ നെട്ട് അയച്ചു. ഇനി നേരെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പുറത്ത് ജസ്റ്റ് പുറകിലിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ പഴയ മിറർ അയച്ചിട്ടുണ്ട്. ഇനി നേരെ പുതിയത് അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയത് അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരെ അഴിച്ച നെട്ട് 3 എടുത്ത് ടൈറ്റ് ചെയ്യുക, പ്ലസ് ആ വയറിങ് കൊടുത്തേക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മിറർ ഫിറ്റ് ചെയ്യുന്നത്. വെരി സിമ്പിൾ. ജസ്റ്റ് ആ പാഡ് മാത്രം അയച്ചാൽ മതി. ചിലതിന് ഡോർ പാഡ് അഴിക്കേണ്ടി വരും, പക്ഷേ ഈ മോഡലൊന്നും അഴിക്കേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ആ പാഡൊന്ന് അയച്ച് മാത്രം മതി. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.